ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലായ സ്പിരിച്വൽ ഡോട്ട്സിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ സംസാരിക്കാൻ പോകുന്നത് ബോധ മനസ്സിനെക്കുറിച്ചും ഉപബോധ മനസ്സിനെക്കുറിച്ചും, അതായത് കോൺഷ്യസ് ആൻഡ് സബ് കോൺഷ്യസ് മൈൻഡിനെ കുറിച്ച്. ശരിക്കും മൈൻഡിനെ കുറിച്ച് പറയാനാണെങ്കിൽ ബോധ മനസ്സ്, അബോധ മനസ്സ്, ഉപബോധ മനസ്സ് അങ്ങനെയാണ് പറയുന്നത്. അതായത് കോൺഷ്യസ്, അൺകോൺഷ്യസ് ആൻഡ് സബ് കോൺഷ്യസ് മൈൻഡ്. പക്ഷെ ഞാനിവിടെ സംസാരിക്കാൻ പോകുന്നത് ബോധ മനസ്സിനെക്കുറിച്ചും ഉപബോധ മനസ്സിനെക്കുറിച്ചുമാണ്. അതായത് നമുക്കെല്ലാം ഒരു മനസ്സാണുള്ളത്, ഒരൊറ്റ മനസ്സേ ഉള്ളൂ. അതിൽ 2 തലങ്ങളാണുള്ളത്. അതായത് മെയിനായിട്ട് 2 തലങ്ങളാണ് ഉള്ളത്. അതായത് ബോധതലവും ഉപബോധതലവും. അതായത് ബോധ മനസ്സും ഉപബോധ മനസ്സും. അല്ലാതെ 2 മനസ്സല്ല, 2 തലങ്ങൾ. ഒരു മനസ്സിൽ തന്നെ 2 തലങ്ങളാണ് ഉള്ളത്. അത് മെയിനായിട്ട് നമ്മൾ ഓർത്തിരിക്കേണ്ട കാര്യമാണ്. അതായത് ബോധ മനസ്സും ഉപബോധ മനസ്സും 2 മനസ്സുകളല്ല എന്ന് ആദ്യം നമ്മൾ മനസ്സിലാക്കണം. 2 തലങ്ങളാണ്. ആദ്യം തന്നെ ബോധ മനസ്സിനെ കുറിച്ച് പറയാം. മനുഷ്യനെ സംബന്ധിച്ച് നമ്മൾ അറിഞ്ഞുകൊണ്ട് ചെയ്യുന്ന എല്ലാ പ്രവൃത്തിയും എന്താണോ നമ്മൾ ബോധത്തോടെ ചെയ്യുന്നത്, എല്ലാ പ്രവൃത്തിയും ബോധ മനസ്സാണ്. അതായത് നമ്മുടെ വ്യക്തിത്വം, ആശയവിനിമയം, അതേപോലെ യുക്തിചിന്ത, എല്ലാം എന്തൊക്കെയാണോ നമ്മൾ ബോധത്തിൽ ചെയ്യുന്നത് എല്ലാം ബോധ മനസ്സാണ്. അതായത് നിങ്ങളുടെ ബോധ മനസ്സെന്ന് പറഞ്ഞാൽ യുക്തിപരമായി ചിന്തിക്കുന്ന മനസ്സാണ്. യുക്തിപരമായിട്ട് നമ്മൾ ഓരോ കാര്യങ്ങൾ തിരഞ്ഞെടുക്കില്ലേ? ഉദാഹരണത്തിന് പുസ്തകങ്ങൾ, വീട്, ജീവിത പങ്കാളി, ഇവയൊക്കെ തിരഞ്ഞെടുക്കുന്നത് നമ്മുടെ ബോധ മനസ്സാണ് തിരഞ്ഞെടുക്കുന്നത്. അതേപോലെ തന്നെ നമ്മളെല്ലാ തീരുമാനങ്ങളും എടുക്കുന്നത് ബോധ മനസ്സിലാണ്. ഇപ്പം കാര്യം മനസ്സിലായില്ലേ? അതായത് നമ്മൾ ബോധപൂർവം എടുക്കുന്ന തീരുമാനങ്ങളും എല്ലാ കാര്യങ്ങളും, നമ്മുടെ വ്യക്തിത്വം, നമ്മളെല്ലാം ചെയ്ത പ്രവൃത്തി ഒക്കെ ബോധ മനസ്സിലാണ് നമ്മൾ ചെയ്യുന്നത്. എന്നാൽ നമ്മുടെ ബോധ മനസ്സിന്, അതായത് നിങ്ങളുടെ ബോധ മനസ്സിന് നിയന്ത്രിക്കാൻ പറ്റാത്ത കാര്യങ്ങൾ, അതായത് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ഒഴിച്ചുകൂടാനാവാത്ത ശരീരപ്രവർത്തനങ്ങൾ, അതായത് നമ്മുടെ ജീവധാരാ പ്രവർത്തനങ്ങളായ മെയിനായിട്ടുള്ള ശ്വസനം, ദഹനം പോലുള്ള കാര്യങ്ങൾ, നമ്മുടെ ശരീരത്തിനുള്ളിൽ നടക്കുന്ന കാര്യങ്ങൾ ഒക്കെ നടത്തുന്നത് ഉപബോധ മനസ്സാണ്. നിങ്ങൾ യുക്തിപരമായി വിശ്വസിക്കുന്നതിനെ ഉപബോധ മനസ്സ് സ്വീകരിക്കുന്നു. ബോധ മനസ്സ് ചെയ്യുന്നത് പോലെ ഉപബോധ മനസ്സ് യുക്തിപരമായി ചിന്തിക്കുന്നില്ല, ചിന്തിക്കാനൊന്നും പറ്റില്ല. അതായത് ബോധ മനസ്സ് യുക്തിപരമായി ചിന്തിക്കുന്ന കാര്യങ്ങൾ എല്ലാം ഉപബോധ മനസ്സ് സ്വീകരിക്കും. നിങ്ങൾ സ്വാഭാവികമായി എന്തെല്ലാം ചിന്തിക്കുന്നുവോ അവയെല്ലാം നിങ്ങളുടെ ഉപബോധ മനസ്സിലേക്ക് എത്തിച്ചേരുന്നു. അതുപോലെ തന്നെ നിങ്ങളുടെ വികാരങ്ങളുടെ സ്ഥാനം ഒക്കെ ഉപബോധ മനസ്സിലാണ്. അതായത് നിങ്ങൾ നല്ലത് വിചാരിക്കുന്നെങ്കിൽ നല്ലത് വരും. നിങ്ങൾ തിന്മയാണ്, നെഗറ്റീവാണ് ചിന്തിക്കുന്നെങ്കിൽ നമുക്ക് ഫലവും നെഗറ്റീവായിരിക്കും. നിങ്ങളുടെ മനസ്സ് ഈ വഴിയിലൂടെയാണ് ചിന്തിക്കുന്നത്. അതേപോലെ തന്നെ ഉപബോധ മനസ്സ് ഒരിക്കൽ ഒരാശയം, ബോധ മനസ്സ് കൊടുക്കുന്ന ഒരാശയം സ്വീകരിച്ചാൽ പിന്നെ അത് നടപ്പിലാക്കാനുള്ള ശ്രമം ആരംഭിക്കും എന്നെപ്പോഴും ഓർത്തിരിക്കണം. ഇതിൽ ഏറ്റവും പ്രധാനമായി ഓർത്തിരിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, ഉപബോധ മനസ്സിൻ്റെ നിയമം എന്താണെന്ന് വെച്ചാൽ, അത് നല്ല ആശയമായാലും ചീത്ത ആശയമായാലും ഒരിക്കൽ സ്വീകരിച്ചാൽ പിന്നെ അത് നടപ്പിലാക്കുന്നതിന് ശ്രമിക്കുക എന്നുള്ളതാണ് അതിൻ്റെ പ്രധാനപ്പെട്ട ആശയം. അതായത് നമ്മളെപ്പോഴും നിരാശയിലും ദുഃഖത്തിലും പരാജയത്തിലുമൊക്കെയാണ് നമ്മുടെ മനസ്സെങ്കിൽ എന്താ സംഭവിക്കുക? കാലക്രമേണ നമ്മുടെ ലൈഫിലേക്ക് പരാജയവും ദുഃഖമൊക്കെ ആയിരിക്കും കടന്നു വരുന്നേ. നമ്മൾ പതിയെ നമ്മുടെ ചിന്തകളൊക്കെ ചേഞ്ച് ചെയ്ത് പോസിറ്റീവിലോട്ട് മാറി നമ്മൾ ചിരിക്കാനും ചിന്തിക്കാനും നല്ല മനസ്സമാധാനവും ഒക്കെ നമ്മുടെ ലൈഫിലേക്ക് നമ്മൾ തന്നെ മനഃപൂർവ്വം ക്രിയേറ്റ് ചെയ്യുകയാണെങ്കിൽ എന്താ സംഭവിക്കുക?
കുറേ നാൾ കഴിയുമ്പോൾ പതിയെ പതിയെ നമ്മുടെ ലൈഫിലും ഇതേ അനുഭവങ്ങൾ തന്നെ വരും. അതായത് മനസ്സമാധാനവും സന്തോഷവും നല്ല ചിരിയും ഒക്കെ നമുക്ക് നമ്മുടെ ലൈഫിലേക്ക് നമുക്ക് കൊണ്ടുവരാൻ പറ്റും. മനഃപൂർവ്വമായിട്ട് നമുക്ക് ക്രിയേറ്റ് ചെയ്യണം മനസ്സമാധാനവും ചിരിയും ഒക്കെ നമ്മൾ മനഃപൂർവ്വം ക്രിയേറ്റ് ചെയ്യണം. എപ്പോഴും ദുഃഖത്തോടെ ഇങ്ങനെ ഇരിക്കരുത്. എന്തായാലും എന്ത് സിറ്റുവേഷൻ ആയാലും നമ്മൾ മനഃപൂർവ്വം അത് ക്രിയേറ്റ് ചെയ്ത് കൊണ്ടുവരണം. അപ്പോൾ അത് ഉപബോധ മനസ്സ് സ്വീകരിക്കുകയും നമ്മുടെ ലൈഫിലേക്ക് ആ കാര്യം നമ്മുടെ ലൈഫിലേക്ക് കൊണ്ടുവരികയും ചെയ്യും. നിങ്ങളുടെ ഉപബോധ മനസ്സ് ഒരാശയം സ്വീകരിക്കുന്ന കാര്യം മാത്രം ചെയ്താൽ മതി. നിങ്ങൾ ചെയ്താൽ മതി. കാരണം പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ മാത്രം നമ്മൾ അങ്ങോട്ട് ഇട്ട് കൊടുക്കുക. അപ്പോൾ അതിൻ്റെ റിസൾട്ട് പതിയെ പതിയെ നമ്മുടെ ലൈഫിലേക്ക് കടന്നു വരും. അതുകൊണ്ടാണ് പറയുന്നത് രാവിലെയൊക്കെ നെഗറ്റീവായിട്ടുള്ള ന്യൂസ് കാര്യങ്ങളൊക്കെ നമ്മൾ ന്യൂസ് പേപ്പറിലാണെങ്കിൽ പോലും കൂടുതലും ഇപ്പോൾ നെഗറ്റീവായിട്ടുള്ള വാർത്തകളാണ്. പക്ഷേ രാവിലെ തന്നെ അതെടുത്ത് വായിച്ച് നമ്മുടെ ലൈഫിലേക്ക് അങ്ങനെയുള്ള കാര്യങ്ങൾ കൊണ്ടുവരരുത്. കാരണം നമ്മൾ എന്താണോ അങ്ങോട്ട് ഇട്ട് കൊടുക്കുന്നത് അതിൻ്റെ റിസൾട്ടായിരിക്കും ഉപബോധ മനസ്സ് നമുക്ക് വേണ്ടി കൊണ്ടുവരുന്നത്. പതിയെ പതിയെ അത് നമ്മുടെ ലൈഫിലേക്ക് വരും. അതുകൊണ്ട് ന്യൂസ് പേപ്പറിലെ ന്യൂസൊക്കെ ഒന്നുകിൽ ഉച്ച കഴിഞ്ഞോ വല്ലതും വായിക്കുന്നതായിരിക്കും നല്ലത്. അങ്ങനെ നിർബന്ധമുള്ളവർക്ക് കൂടുതലും പോസിറ്റീവായിട്ടുള്ള വാർത്തകൾ ന്യൂസ് കാണുന്നതായിരിക്കും ഏറ്റവും നല്ലത്. എന്നാലും ഇപ്പോഴത്തെ ഒരു കാലത്തിൽ അങ്ങനെ നമുക്ക് അതൊന്നും സാധ്യമല്ല. അതുകൊണ്ട് തന്നെ നമ്മൾ ഭയങ്കര സെലക്റ്റീവായിട്ടുള്ള ന്യൂസ് എടുക്കുക. അതുമാത്രമല്ല, നിർബന്ധമാണെങ്കിൽ ഈ പറയുന്ന പോലെ വേറെ ഏതെങ്കിലും സമയം, ഒരിക്കലും രാത്രി ചൂസ് ചെയ്യരുത്. വേറെ ഏതെങ്കിലും സമയം, രാവിലെയും വേണ്ട രാത്രിയിലും വേണ്ട, ഇതിനിടയിലുള്ള ഏതെങ്കിലും ഒരു സമയത്ത് നിങ്ങൾക്ക് ന്യൂസ് പേപ്പറൊക്കെ വായിക്കാം. നെഗറ്റീവായിട്ടുള്ള തോട്ട്സ് മാക്സിമം അല്ലെങ്കിൽ ന്യൂസ് മാക്സിമം നമ്മൾ അവോയ്ഡ് ചെയ്യുക എന്നുള്ളതാണ്. അല്ലെങ്കിൽ നമ്മുടെ ലൈഫിലേക്കും അത് തന്നെ നമ്മൾ പിറ്റേ ദിവസവും അതേപോലുള്ള ന്യൂസ് നമ്മൾ കേൾക്കും എന്നുള്ളതാണ്. അത് തന്നെ നമ്മുടെ ലൈഫിൽ പിന്നെയും അങ്ങനെയുള്ള ന്യൂസുകൾ കൂടുതൽ വന്നുകൊണ്ടിരിക്കും. കാരണം നിങ്ങൾ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കൂ. ഇപ്പോൾ ശരിക്കും ഈ ലോകത്ത് നന്മകൾ നടക്കുന്നുണ്ട്, തിന്മകളും നടക്കുന്നുണ്ട്. അല്ലാതെ നമ്മൾ ഈ ന്യൂസ് പേപ്പറിൽ കാണുന്ന പോലെ ഫുള്ളും നെഗറ്റീവ് മാത്രമല്ല നടക്കുന്നത്. പക്ഷെ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ ന്യൂസിൽ അധികം കാണാനില്ല. അല്ലെങ്കിൽ ഉണ്ടെങ്കിൽ തന്നെ ഉൾപേജുകളിൽ എവിടെയെങ്കിലും ആയിരിക്കും. ശരിയല്ലേ? നിങ്ങൾ തന്നെ ചിന്തിച്ച് നോക്കൂ. നമ്മളിത് തന്നെ രാവിലെ എടുത്തു വെച്ച് വായിക്കുന്നു, പിറ്റേ ദിവസം നോക്കുമ്പോൾ അതേപോലുള്ള വാർത്തകൾ പിന്നെയും നമ്മൾ കാണുന്നു. അങ്ങനെ നമ്മുടെ ലൈഫ് ലോങ് കൂടുതലും നമ്മളപ്പോൾ ചിന്ത വരുന്നത് എന്താ, ഈ ലോകത്തെല്ലാം നെഗറ്റീവാണ് സംഭവിക്കുന്നതെന്ന്. പക്ഷെ അങ്ങനെ അല്ല. ഈ ലോകത്ത് നന്മകളും സംഭവിക്കുന്നുണ്ട്, പോസിറ്റീവും നെഗറ്റീവും സംഭവിക്കുന്നുണ്ട്. പക്ഷേ ഈ ന്യൂസിലൊക്കെ അല്ലെങ്കിൽ പേപ്പറിലായാലും ടി വിയിലാണെങ്കിൽ പോലും നെഗറ്റീവായുള്ള വാർത്തകളിലാണ് കൂടുതലായിട്ട് അവർ ഫോക്കസ് ചെയ്യുന്നത്. അതാണ് കുഴപ്പം. പോസിറ്റീവായിട്ടുള്ള വാർത്തകൾ അധികം അവർ എടുക്കാറില്ല എന്നുള്ളതാണ് സത്യം. ഉണ്ടെങ്കിൽ തന്നെ വളരെ ചെറിയ രീതിയിൽ അവരത് പറഞ്ഞു പോകും. അതുകൊണ്ട് ഡെയിലി എടുത്ത് നമ്മൾ ഈ നെഗറ്റീവ് വാർത്തകൾ നോക്കാതിരിക്കുന്നതാണ് നല്ലത് എപ്പോഴും. പിന്നെ നമ്മൾ വിചാരിക്കും ലോകത്ത് നടക്കുന്ന കാര്യങ്ങളൊക്കെ അറിയണ്ടേ എന്നുള്ളത്. അതൊക്കെ ശരിക്കും പറഞ്ഞാൽ അത് അറിഞ്ഞില്ലേലും ശരിക്കും എന്തെങ്കിലും കുഴപ്പമുണ്ടോ? ശരിക്കും ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഈ നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ അറിഞ്ഞില്ലേലും എന്തെങ്കിലും കുഴപ്പമുണ്ടോ? ഒരു കുഴപ്പമില്ല. അതാണ് സത്യാവസ്ഥ. അത് നമ്മൾ ആ രീതിയിൽ പോകുമ്പോൾ നമുക്കതിൻ്റെ ശരിയായിട്ടുള്ള കാര്യം നമുക്ക് മനസ്സിലാവും. ട്രൈ ചെയ്ത് നോക്കുമ്പം. അല്ലെ അത് നമ്മുടെ ലൈഫിലേക്ക് പതിയെ ഇത് കുറയ്ക്കുമ്പോൾ നമ്മുടെ ലൈഫിലേക്കും ഈ പറയുന്ന പോലെ അങ്ങനെയുള്ള ന്യൂസുകൾ കേൾക്കുന്നതും കുറയും. പറഞ്ഞു വന്നത് എന്താണെന്ന് വെച്ചാൽ, നിങ്ങളുടെ ചിന്തകൾ നല്ലതായാലും ചീത്തയായാലും സത്യമായാലും അസത്യമായാലും അവയെല്ലാം പരിശോധിച്ച് അത് ശരിയാണോ തെറ്റാണോ എന്നൊന്നും ഉപബോധ മനസ്സ് നോക്കില്ല. അതെല്ലാം അങ്ങോട്ട് സ്വീകരിക്കും. അങ്ങനെയാണ് ചെയ്യുക. അതായത് ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, നമ്മൾ ശരിക്കും ആലോചിച്ച് തീരുമാനിച്ചു, അല്ലെങ്കിൽ നമ്മൾ യുക്തിപരമായി ചിന്തിച്ച് വച്ചിരിക്കുന്നൊരു കാര്യം, അത് ചിലപ്പോൾ ശരിയാവാം, തെറ്റാവാം. ചിലപ്പോൾ നമ്മൾ വിചാരിച്ച് വെച്ചിരിക്കുന്നതായിരിക്കത്തില്ല, ചിലപ്പോൾ അത് അസത്യമാവാം. പക്ഷേ
ഉപബോധ മനസ്സത് സത്യമായിട്ട് വിചാരിച്ച് അംഗീകരിച്ച് അതിനനുസരിച്ചുള്ള ഫലം തരും. മനസ്സിലായോ? അങ്ങനെയാണ് ഉപബോധ മനസ്സ് പ്രവർത്തിക്കുന്നത്. കാരണം ബോധ മനസ്സ് കൊടുക്കുന്ന എല്ലാം അതേപോലെ ഉപബോധ മനസ്സ് സ്വീകരിക്കും. അതുകൊണ്ട് തന്നെ നമ്മൾ നല്ലത് ചിന്തിക്കുക, നന്മ വരും. മോശമായത് ചിന്തിച്ചാൽ എന്താ വരുന്നത്? തിന്മ വരും. നിങ്ങളൊരു ദിവസം മുഴുവൻ എന്താണോ വിചാരിക്കുന്നത് നിങ്ങൾ അത് തന്നെ ആയിത്തീരും. നിങ്ങളുടെ ഉപബോധ മനസ്സ് നിങ്ങളോട് ഒരു രീതിയിലും വാദപ്രതിവാദം ഒന്നും ചെയ്യില്ല. എന്താ? നിങ്ങളുടെ ബോധ മനസ്സ് എന്താണോ കൊടുക്കുന്നത്, എന്താണോ പറയുന്നത്, അത് ഉപബോധ മനസ്സ് സ്വീകരിക്കും. നിങ്ങൾക്ക് ഒരു കാര്യം കഴിയില്ല എന്നാണ് നിങ്ങൾ പറയുന്നതെങ്കിൽ നിങ്ങളുടെ ഉപബോധ മനസ്സ് അത് സത്യമാക്കി തന്നെ തീർക്കും. നല്ലത് തിരഞ്ഞെടുക്കാനുള്ള ശക്തി നിങ്ങൾക്കുണ്ട്. ആരോഗ്യവും സന്തോഷവും തിരഞ്ഞെടുക്കുമ്പോൾ നല്ലത് മാത്രം തിരഞ്ഞെടുക്കാൻ ശ്രമിക്കുക. മറ്റുള്ളവരോട് നമ്മൾ സന്തോഷമായി പെരുമാറുക, സ്നേഹം ശീലമാക്കി മാറ്റുക. അപ്പം ലോകം മുഴുവൻ അതിന് അനുകൂലമായി പ്രതികരിക്കും. നിങ്ങളുടെ ഉപബോധ മനസ്സിൽ തെറ്റായിട്ടുള്ള ആശയങ്ങൾ പതിയാതിരിക്കാൻ നിങ്ങൾ തന്നെ ശ്രദ്ധിക്കണം. പതിയെ പതിയെ അത് നമ്മുടെ ലൈഫിൻ്റെ ഒരു ഭാഗമാക്കി മാറ്റണം. നമ്മുടെ ലൈഫിൽ നന്മ ഉണ്ടാകുമെന്ന് നമ്മൾ വിശ്വസിക്കണം. തിരഞ്ഞെടുക്കാനുള്ള കഴിവാണ് നിങ്ങളുടെ ഏറ്റവും വലിയ ശക്തി. അതുകൊണ്ട് തന്നെ സന്തോഷത്തെയും സമാധാനത്തെയും ബുദ്ധിയെയും നിങ്ങൾ തന്നെ തിരഞ്ഞെടുക്കണം. നിങ്ങൾ എന്താണ് പറയുന്നതെന്ന് ശ്രദ്ധിക്കണം. ഞാൻ തോറ്റുപോകും, അല്ലെ എനിക്കിപ്പോൾ ജോലി കിട്ടില്ല, അല്ലെങ്കിൽ എൻ്റെ ജോലി നഷ്ടമാകും, എനിക്ക് റെൻറ്റ് കൊടുക്കാൻ പറ്റില്ല, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മളൊരു തമാശ രൂപേണ പറഞ്ഞാൽ പോലും അത് തമാശയാണെന്ന് മനസ്സിലാക്കാനുള്ള ശക്തി, കഴിവ് ഉപബോധ മനസ്സിനില്ല. അത് അതേപോലെ സ്വീകരിക്കും. അത് പതിയെ പതിയെ നമ്മുടെ ലൈഫിലേക്ക് കടന്നു വരികയും ചെയ്യും. എപ്പോഴും നമ്മൾ നല്ല കാര്യങ്ങൾ മാത്രം തിരഞ്ഞെടുക്കുക. നമ്മുടെ ലൈഫിൽ നല്ല മാറ്റങ്ങൾ വരുത്താനുള്ള, അല്ലെങ്കിൽ നമുക്ക് നല്ല ആരോഗ്യവും സന്തോഷവും വരാൻ വേണ്ടിയിട്ടുള്ള നല്ല ചിന്തകളിലേക്ക്, നല്ല പോസിറ്റീവായിട്ടുള്ള ചിന്തകളിലേക്ക് ശ്രദ്ധ കൊടുക്കുക. എല്ലാവർക്കും പോസിറ്റീവായി ചിന്തിക്കാൻ സാധിക്കട്ടെ എന്ന് ദൈവത്തിനോട് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. പുതിയ വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക് യു.